ഹായ് ഓൾ ആൻഡ് ജോസഫ് ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2026 മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്സിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എമൗണ്ട് സേവ് ചെയ്യുവാണെങ്കിൽ അതാത് പ്രൊട്ടക്ട് ദ മണി എന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത് ട്രാൻസ്ഫോം ദ ലൈഫ്, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോ നമ്മൾക്ക് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമാണെന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, അതിന് ടൈം കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം എല്ലാ ഗോളിനും, നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ഓരോ ഗോളിനും അതിൻ്റെ ആയിട്ടുള്ള ടൈം ഉണ്ട്. ചിലത് ഒരു 5 വർഷത്തിന്റെ മേലുള്ള ഗോളാകാം, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ അതിൽ താഴത്തുള്ള ഗോളാകാം. അപ്പൊ ഇതിനെല്ലാത്തിനും ആ ടൈം ഉണ്ട്. ഈ ടൈം കാറ്റഗറി അനുസരിച്ച് നമുക്ക് അറിയാം, ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ ടൈം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രോത്തിന് അത് എഫക്ട് ചെയ്യും. അത് കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ്. അപ്പൊ ഇതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ലഭ്യമാണ്. ആ ഗോളിന് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. അതനുസരിച്ച് ആ ടൈം ഫ്രെയിം അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തത് റിസ്ക് കപ്പാസിറ്റിയാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റിനും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഗോൾസിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും അനുസരിച്ച് റിസ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ആ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ചുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. കാര്യം, ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺസ് കൂടുതലായിരിക്കും, അതോടൊപ്പം തന്നെ റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. അതേസമയത്ത് നമുക്ക് റിസ്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് സേഫ് ആയിട്ട് ഇൻഫ്ലേഷൻ ലെവലിൽ നമുക്ക് ഒരു ചെറിയ കുറഞ്ഞ റിട്ടേൺ കിട്ടുന്ന രീതിയാണെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് തിരഞ്ഞെടുക്കാം. അതുമല്ല, നമുക്ക് രണ്ടിലും കൂടി കുറച്ച് റിസ്ക്കും കുറച്ച് സ്ഥിരതയും ആണെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളോ അല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻസ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നതാണ്. മൂന്നാമത്തത് ഫണ്ട് കാറ്റഗറിയാണ്. നമുക്കറിയാം, ഇന്ന് മ്യൂച്വൽ ഫണ്ടില് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അങ്ങനെ ഫ്ലെക്സി ക്യാപ്പ്, ഹൈബ്രിഡ് ഫണ്ടുകൾ, ഇങ്ങനെ ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന്. അപ്പൊ ഇതിന്റെ എല്ലാ ഫണ്ടുകളിലും റിസ്ക്കും അതോടൊപ്പം തന്നെ റിട്ടേൺസും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത് നമ്മളുടെ ഗോൾ അനുയോജ്യമായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അത് ഡിസിപ്ലിനോട് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ വെൽത്ത് ക്രിയേഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫണ്ട് കാറ്റഗറി കുറിച്ച് നമ്മൾ ബോധമായിരിക്കുക. അതനുസരിച്ചുള്ള ഒരു ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത്. നാലാമത്തത് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫണ്ടിൽ തന്നെ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഒരു ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ പ്രവണത നമ്മൾ ഡൈവേഴ്സിഫിക്കേഷന്റെ നമ്മൾ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും അനിവാര്യം നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. കാരണം ഇത് നമ്മുടെ റിസ്കിനെ കുറയ്ക്കുകയും അല്ലെങ്കിൽ റിസ്ക് ബാലൻസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അഞ്ചാമത്തെ പോയിന്റ്, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആണ്. മിക്ക ഇൻവെസ്റ്റേഴ്സും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുകയും അതിൽ നിന്ന് സ്വിച്ച് ചെയ്യുകയും അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് വളരാനുള്ള ഒരു ടൈം കൊടുക്കുക. കുറഞ്ഞത് 3 വർഷമെങ്കിലും അത് വാച്ചിന് ശേഷം അതിന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ മാത്രം വേറൊരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നതാണ്. ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. കാര്യം, മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ടൈം കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അത് കോമ്പൗണ്ടിങ് പവറിൽ അത് ഗ്രോത്ത് കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കൂടുതലും ഈ മ്യൂച്വൽ ഫണ്ടിൽ SIPക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ SIP മൂലം നമുക്ക് കുറഞ്ഞ ഒരു എമൗണ്ട് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അത് റുപ്പി കോസ്റ്റ് ആവറേജിന് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. അത് കോമ്പൗണ്ടിങ് റേറ്റിൽ വളരെ ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഫണ്ടുകളും നമുക്ക് മൈനസ് റിട്ടേൺസ് നൽകിയ ഇത് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സൊല്യൂഷൻ ആയിട്ട് ചെയ്യാനുള്ളത്, നല്ല ഫണ്ട് കാറ്റഗറി, ഗുണനിലവാരമുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല ഫണ്ട് ഹൗസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ 2026 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ നല്ലൊരു വെൽത്ത് ക്രിയേഷൻ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന നല്ലൊരു ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.